നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഫോർ ദി പീപ്പിളിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പൊതുജനങ്ങൾക്ക് മൊത്തത്തിൽ താല്പര്യമുള്ള വിഷയങ്ങളാണ് നമ്മളിതിൽ പറയുന്നത് എന്നാണ് നമ്മൾ അവകാശപ്പെടുന്നത്. ആ അവകാശവാദം ശരിയാണ് എന്ന് കഴിഞ്ഞ ചില അധ്യായങ്ങൾ തെളിയിച്ചു. നമ്മൾ മാട്രിമണി സൈറ്റുകളിലെ ചതിക്കുഴികളും അതിനുശേഷം നമ്മൾ ഇട്ട പൊതുജന താല്പര്യമുള്ള ചില വിഷയങ്ങളും ഒക്കെ തന്നെ ജനം നല്ലവണ്ണം കാണുകയും നല്ലവണ്ണം അതിനെ പ്രതികരിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് ഇവർക്ക് നന്ദി. മറ്റൊരു പുതിയ വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഈ മരണ വീട്ടിൽ പാലിക്കപ്പെടാതെ പോകുന്ന ചില മാധ്യമ മര്യാദകൾ അത് ഈ അടുത്ത കാലത്തായി വളരെയധികം ജനങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. അടുത്ത കാലത്ത് നടന്ന ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളുടെ മരണം അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങളിലുണ്ടായ മരണം, അത് സോഷ്യൽ മീഡിയ എങ്ങനെയാണ് ഏറ്റെടുത്തതെന്നും അതിനെ എങ്ങനെയാണ് അവർ ആഘോഷിച്ചതെന്നും നമുക്ക് മനസ്സിലാവും. കുറേ നാളുകളായി നമ്മുടെ മനസ്സിലിരിക്കുന്ന ഒരു ആശയമാണിത്. ഇത് സംസാരിക്കണോ വേണ്ടയോ എന്നുള്ളത്. വാസ്തവത്തിൽ സംസാരിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ പറയണം. മാധ്യമ പ്രവർത്തനം ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി ആർക്കും ചെയ്യാവുന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ ഒരു കാര്യം നമ്മൾ അവതരിപ്പിക്കുന്നത് അതിനെക്കുറിച്ചുള്ള അറിവോ അല്ല ഭാഷയുടെ ശുദ്ധിയോ ഭാഷയുടെ പ്രയോഗമോ ഒന്നും ഇവിടെ കാര്യമല്ല. ഏത് രൂപത്തിൽ ആർക്കും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം, ഒരു ഫേസ്ബുക്ക് പേജ് തുടങ്ങാം, എന്ത് കാര്യവും പറയാവുന്നൊരു കാര്യത്തിലേക്ക് അവസ്ഥ വന്നിട്ടുണ്ട്. ഒരു ഗൂഗിൾ അക്കൗണ്ട് മതി, ഒരു ഗൂഗിൾ അക്കൗണ്ട്. പക്ഷെ അതിനൊക്കെ ചിലപ്പോൾ കടിഞ്ഞാൽ വന്നേക്കാം. പക്ഷെ വന്നാലും വന്നില്ലെങ്കിലും മുഖ്യധാര മാധ്യമങ്ങൾ മാത്രം പ്രവർത്തിച്ചാൽ മതി എന്ന് നമ്മൾ പറയുന്നില്ല. നമ്മളും സോഷ്യൽ മീഡിയയിലാണ് ഇപ്പോൾ കൂടുതൽ പ്രവർത്തിക്കുന്നത്. പക്ഷേ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളാണ് പലപ്പോഴും ഇത്തരത്തിൽ ഈ മരണ വീട്ടുകളിൽ പോലും അതിൻ്റെ ഒരു മര്യാദ പാലിക്കാത്തത് എന്ന് തോന്നുന്നു. ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി മരണപ്പെട്ടാൽ അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ ഇവരെല്ലാം കൂടി ഒരു ക്യാമറയും കൊണ്ട് അങ്ങ് ഇടിച്ച് കയറുകയാണ്. ഒരാഘോഷ പരിപാടിക്ക് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഒരു നേതാവിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് വേണ്ടി, നമ്മൾ പറയുന്ന ബൈറ്റ് എന്നാണല്ലോ പറയാം, ഒരു ബൈറ്റിന് വേണ്ടി ഓടി നടക്കുന്ന പോലെയാണ് ഈ മരണ വീട്ടിലെ മരണപ്പെട്ട ഒരു ബന്ധുവിൻ്റെയോ അല്ലെങ്കിൽ ആ മരിച്ചു കിടക്കുന്ന ആളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെയോ അടുത്തൊരു ബൈറ്റിന് വേണ്ടി ഓടിപ്പോകുന്നത്. വാസ്തവത്തിൽ മരിച്ച വ്യക്തിക്കുമില്ലേ ചില അവകാശങ്ങൾ? അവരോട് ചില മര്യാദകൾ നമ്മൾ പാലിക്കേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് നമുക്കത് കഴിയാതെ പോകുന്നത്? പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഈ മരണപ്പെട്ട് കഴിഞ്ഞാൽ മരണ വീടുകളിൽ ചെല്ലുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്, ചില നിയമങ്ങളുണ്ട്. അതനുസരിച്ച് മാത്രമേ പറ്റൂ. അവിടെ ഒരു കൃത്യസമയം അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് മാത്രമേ നമുക്ക് മരണപ്പെട്ട വ്യക്തിയെ കാണാൻ പറ്റൂ. പൊതുദർശനത്തിനുള്ള സമയം ഉണ്ടാവും. നമ്മളിവിടെ അങ്ങനെയല്ല. ഒരു സ്വകാര്യതയും നമ്മൾ അനുവദിക്കില്ല. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വ്യക്തി നമുക്ക് മരണപ്പെട്ടാൽ ആ കുടുംബാംഗങ്ങൾക്ക് മനസ്സ് നിറഞ്ഞ് ഒന്ന് ദുഃഖിക്കാൻ പോലും നമ്മൾ സമയം കൊടുക്കില്ല, നമ്മൾ സൗകര്യം കൊടുക്കില്ല. അതിന് നമ്മൾ ഒപ്പിയെടുക്കും. ആ സ്വകാര്യത നമ്മൾ ഒപ്പിയെടുക്കും. ഒപ്പിയെടുത്തിട്ട് അതിനെ ഫേസ്ബുക്കിലൂടെ നമ്മൾ വിൽക്കും, യൂട്യൂബിലൂടെ വിൽക്കും. എന്നിട്ട് അതിനെതിരെ ചിലർ വന്നിരുന്ന ചില കമൻറ്റുകൾ പറയും. എന്ത് വേദനാജനകമാണെന്നറിയാമോ? എന്ത് വേദനാജനകമാണെന്നറിയാമോ? ഇത്രയ്ക്ക് നമുക്ക് നമ്മുടെ സംസ്കാരം നഷ്ടപ്പെട്ടു പോയി, തരംതാണു പോയി. ഈ അടുത്ത കാലത്തുണ്ടായ ഒന്ന് രണ്ട് സംഭവങ്ങളാണ് നമ്മളിത് പറയാൻ നമ്മളെ പ്രേരിപ്പിച്ചത്. വ്യക്തിയുടെ പേര് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഒരു അറിയപ്പെടുന്നൊരു വ്യക്തിയുടെ വീട്ടിലൊരു മരണം സംഭവിച്ചപ്പോൾ അവിടെ കടന്നു വന്ന ആൾക്കാരുടെ ബൈറ്റുകൾക്ക് വേണ്ടി ഓടി നടക്കുന്ന മാധ്യമപ്രവർത്തകർ, നമ്മൾ മാധ്യമപ്രവർത്തകരെന്ന പറയുന്ന പൊതുപ്രയോഗത്തിനകത്ത് ഇവർ കൊണ്ടുവരുന്നു എന്നേ ഉള്ളൂ. കയ്യിലൊരു ക്യാമറയും അതോടൊപ്പം തന്നെ ഒരു മൈക്രോഫോണും ഉള്ളതുകൊണ്ട് നമ്മളങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അവർ മാധ്യമപ്രവർത്തകരാണോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല. എന്താണ് ഈശ്വരൻ്റെ അഭിപ്രായം ഞാൻ ഈ പറഞ്ഞതിൽ? വളരെ എന്ത് പറയും, നമ്മൾ ഈ പറയാറുണ്ടല്ലോ പൈശാചികമായ പ്രവർത്തനം. അത് തന്നെയാണത്. കാരണം ഇവരുടെ ഒന്നും ഉദ്ദേശം ഈ മരിച്ച ആളിനോടുള്ള ബഹുമാനമോ അല്ലെങ്കിൽ മരിച്ച ആളിന്റെ വീട്ടുകാരോടുള്ള സ്നേഹമോ ഒന്നുമല്ല. പകരം നമ്മുടെ ഫോണിൽ അല്ലെങ്കിൽ നമ്മുടെ ക്യാമറയിൽ ഈ വരുന്ന സെലിബ്രിറ്റിയുടെ ഒരു ഫോട്ടോ വേണം, ഒരു വീഡിയോ വേണം. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും ഇമോഷണൽ ആയിട്ടുള്ള ചില മൊമെന്റ്സ് ഉണ്ടായിരിക്കുമല്ലോ, ആ നിമിഷങ്ങളെല്ലാം പകർത്തിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇദ്ദേഹം മരിച്ചപ്പോൾ മെഗാസ്റ്റാർ വന്നത് കണ്ടോ, അല്ലെങ്കിൽ മെഗാസ്റ്റാറിന്റെ നിൽപ്പ് കണ്ടോ, തളർന്ന മനുഷ്യനെ കണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കുറെ പൈങ്കിളി വാക്കുകളും ചേർത്ത് ഇതിനങ്ങ് വിൽക്കുക തന്നെയാണത്, വേറൊന്നുമല്ല. കാരണം അതിലൂടെ വരുമാനം സമ്പാദിക്കുക. അതിന്റെ അത് ഒരു വിഭാഗം. ഇനി ഇതിന്റെ താഴെ ഇടുന്ന കമന്റുകൾ സഹിക്കാൻ വയ്യാത്ത. ഇതെങ്ങനെയാണ് ഇത്രത്തോളം തരം താഴ്ന്നു പോകാൻ നമുക്ക് കഴിയുന്നത്? മുമ്പൊന്നും അങ്ങനെ കഴിഞ്ഞിരുന്നില്ലല്ലോ. മറ്റൊരാളിൻ്റെ വിഷമത്തിൽ, മറ്റൊരു കുടുംബത്തിലുണ്ടാകുന്ന വിഷമത്തിൽ, മറ്റൊരാളിൻ്റെ വിയോഗത്തിൽ, ഒരു കുടുംബത്തിലുണ്ടാകുന്ന നഷ്ടത്തിൽ, ദുഃഖത്തിൽ, നൊമ്പരത്തിലൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് തന്നെ അവരോടൊപ്പം നിന്നവരല്ലേ നമ്മൾ മലയാളികൾ? സത്യം. എവിടെയാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്? എവിടെയാണ് നിങ്ങൾക്കൊരു സെലിബ്രിറ്റി ആവാനുള്ള മോഹം ഉദിച്ചത്? അവിടെയാണത് ആരംഭിച്ചത്. സത്യമാണ്.
മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മുടെ ചാനലിലൂടെ നമ്മളൊരു ഒരു ഒരു മരണ വീട്ടിൽ നടന്ന സംഭവങ്ങളും അവിടെ വരുന്ന പ്രശസ്തർ, ഞാൻ സെലിബ്രിറ്റി എന്ന വാക്ക് പോലും ഉപയോഗിക്കുന്നില്ല, വരുന്ന പ്രശസ്തരുടെ ഓരോ ഭാവങ്ങളും ഒപ്പിയെടുത്തുകൊണ്ട് അതിന് നമ്മളൊരു കമൻറ്റ്, ചെറിയൊരു കമൻറ്റ്, അല്ലാതെ മരിച്ചുപോയ വ്യക്തിയെക്കുറിച്ച് നല്ലവണ്ണം 2 വാക്ക് എഴുതാൻ അറിഞ്ഞൂടാ. എനിക്ക് പഠിക്കണ്ടേ? അത് പഠിക്കണം, അത് എഴുതാൻ അറിയില്ല, അത് പറയാനറിയില്ല. പക്ഷേ എന്നാൽ ഇത് എടുത്തു വെച്ച് ഓരോ കമൻറ്റുകൾ അതിലിട്ട് കൊടുക്കുകയാണ്. ഇതാണോ മാധ്യമ പ്രവർത്തനം? വാസ്തവത്തിൽ മരണ വീടുകളിലും വേണ്ടേ ചില മാധ്യമ മര്യാദകൾ? വേണ്ട എന്നുണ്ടോ? അതായത് ഈ ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുന്ന കുറേ തെരുവ് നായ്ക്കൾക്ക് നമ്മളിങ്ങനെ ഭക്ഷണം ഇട്ട് കൊടുക്കുന്നു, എന്നിട്ട് പറയുന്നു കഴിച്ചു തിന്നോ. ഇതേപോലെയാണ് വാസ്തവത്തിൽ ഈ റീൽസ്. ഇത് എല്ലാവരെയും മൊത്തത്തിൽ ബാധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മളിത് പറയാൻ കാരണം. സർവത്ര പേരെയും ബാധിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, അത്തരം റീലുകൾക്കാണ് ചിലപ്പോൾ സ്വീകാര്യത കൂടുതലെന്നൊരു വാദം നമുക്കെതിരെ വന്നേക്കാം. കാരണം ഇതിനെക്കുറിച്ച് മര്യാദയ്ക്ക് സംസാരിക്കുന്ന ഒരു വീഡിയോയേക്കാൾ ഉപരി ഇതിനെ ദുരുപയോഗം ചെയ്യാൻ വേണ്ടിയെടുത്ത വീഡിയോകൾക്കായിരിക്കും സ്വീകാര്യത കൂടുതൽ. അതായിരിക്കും സ്വീകാര്യത, മീൻസ് ആൾക്കാർ കൂടുതൽ കാണുന്നത്. റീച്ചും അതാണല്ലോ. അല്ല, എന്ന് കരുതി ഇപ്പം നമുക്കിപ്പം പോൺ സൈറ്റുകളാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ കാണുന്നതെന്ന് കരുതി ഒരു പോൺ സൈറ്റ് ആരംഭിക്കാൻ എല്ലാവർക്കും പറ്റുമോ? അത് പറ്റില്ലല്ലോ. അത് പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ ഇക്കാര്യത്തിൽ മലയാളികൾ പ്രത്യേകിച്ചും കുറച്ചുകൂടി ഒരു സംസ്കാര സമ്പന്നരാവേണ്ടതുണ്ട് എന്ന് നമുക്ക് തോന്നുന്നു. പല സ്ഥലത്തും നമ്മൾ ചെല്ലുമ്പോൾ അങ്ങനെ തോന്നുന്നു. എവരൊരു ബൈറ്റിന് വേണ്ടിയുള്ള ഓട്ടം കണ്ടാൽ നമ്മൾ അന്തം വിട്ടു പോകും. സത്യമാണ്. കാരണം ഇപ്പോഴങ്ങോട്ട് പൊതുവായ ഒരു മന്ത്രിസഭയുടെ തീരുമാനം കഴിഞ്ഞു, അടുത്ത വലിയൊരു പ്രഖ്യാപനം വരാൻ പോകുന്നു. ആ വ്യക്തിയോട് അല്ലെങ്കിൽ മന്ത്രിയോട് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു വാക്കിന് വേണ്ടി ഓടി നടക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ്റെ വീറും വാശിയുമാണ് മരണ വീട്ടിൽ ചെന്നിട്ട് ഇവർ കാണിക്കുന്നത്. മറ്റേ എ.കെ. ആന്റണി പറഞ്ഞല്ലോ, ഞാൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയാണ് എന്ന് പറഞ്ഞ് പുറത്തു വന്ന് KPCC മീറ്റിംഗിന് ശേഷം അദ്ദേഹം പുറത്തു വന്ന് പറയുന്നൊരു ഒരു ബൈറ്റുണ്ട്. ഇപ്പോഴും സോഷ്യൽ മീഡിയയിലേക്ക് നമുക്ക് കാണാൻ പറ്റും. അതിനൊരു വലിയ പ്രാധാന്യമുണ്ട്. കാരണം അതൊരു വലിയ പ്രഖ്യാപനമാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് കിട്ടുന്ന പ്രാധാന്യം പോലെയാണ് മരണ വീട്ടിൽ വന്നിട്ട് മടങ്ങുന്ന, അതായത് കാറിലേക്ക് കയറാൻ പോകുന്ന ഒരു സൂപ്പർ സ്റ്റാറിന്റെ അല്ലെങ്കിൽ ആരോ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു നടന്റെ അല്ലെങ്കിൽ നടിയുടെ പിറകെ ഓടിച്ചെന്ന് മൈക്കുമായിട്ട് ചെല്ലുന്നത്. ആ സമയത്ത് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ മൂഡ് പലതായിരിക്കും. കാരണം ഈ മരിച്ച ആൾ അദ്ദേഹത്തിന് ചിലപ്പോൾ ചേട്ടനായിരിക്കാം, ചേച്ചിയായിരിക്കാം, ഏറ്റവും വേണ്ടപ്പെട്ട ആളായിരിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ആ സമയത്ത് ചിലപ്പോൾ അദ്ദേഹം പ്രതികരിക്കും, ചിലപ്പോൾ അദ്ദേഹം പ്രതികരിക്കാതെ കയറി ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞു പോകും. ഈ ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞു പോകുന്നത് ഏറ്റവും വലിയ അപകടമാണ്. കാരണം അതിന്റെ താഴെ പിന്നെ അങ്ങോട്ട് ഇദ്ദേഹത്തിന് തെരുവിളിയാണ്. അവന്റെ ഒരു ജാട കണ്ടോ, ഇവൻ ആര്, അത് കഴിഞ്ഞിട്ട് ഇവന്റെയൊക്കെ പിറകെ നിനക്കൊക്കെ പോകാൻ നാണമില്ലേ, അത്രയ്ക്ക് തെറിയാണ് ഒരുപാട്. ഈ അടുത്ത കാലത്ത് മറ്റൊരു പ്രമുഖ വ്യക്തി മരിച്ചപ്പോൾ, നമുക്ക് ആരുടെയും പേരെടുത്ത് പറയാൻ പറ്റില്ല, വ്യക്തി മരിച്ചപ്പോൾ ആ വീട്ടിലെ ഒരു കുടുംബാംഗം നിലവിട്ട് കരഞ്ഞു. അത്രത്തോളം തമ്മിലൊരു ആത്മബന്ധമുള്ളതുകൊണ്ടല്ലേ അത് ചെയ്യുന്നത്. മരണപ്പെട്ട ആളിന് ആ കുടുംബാംഗങ്ങളോട് അല്ലെങ്കിൽ ആ കുടുംബാംഗങ്ങളിൽ ഒരാൾക്കെങ്കിലും മരണപ്പെട്ട ആളിനോടുള്ള വൈകാരികമായ ബന്ധം നിങ്ങൾക്കും എനിക്കും എങ്ങനെ അറിയാൻ പറ്റും? അത് അവർക്ക് തന്നെ അറിയാവോ? അവർക്കൊന്ന് ഉറക്കെ ഒന്ന് പൊട്ടിക്കരയാനുള്ളൊരു അനുവാദം പോലും നമ്മൾ കൊടുക്കില്ല. അവരെ മുമ്പേ കൊണ്ടുവന്നൊരു ക്യാമറ വെച്ച് നമ്മൾ അടങ്ങുമെന്ന് വാശി പിടിച്ചാൽ എങ്ങനെയാണ്? അതിൻ്റെ ആവശ്യമുണ്ടോ? വേറെ എന്തെല്ലാം ഒപ്പിയെടുക്കാനുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളതും ഒപ്പം ആവശ്യമില്ലാത്തതും ഒക്കെ ഒപ്പാനുണ്ടല്ലോ ഒരുപാട്. അവിടെ അങ്ങ് പോയാൽ പോരെ? ഈ മരണ വീട്ടിൽ ചെന്നിരുന്ന് ഈ ചാട്ടം കാണിക്കേണ്ട വല്ല കാര്യമുണ്ട്? ഇതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിലല്ല, പിന്നെ യൂട്യൂബിൽ മുമ്പ് നടന്ന 1-2 പ്രമുഖരുടെ മരണവുമായി ബന്ധപ്പെട്ട് അതിലെ റീൽസും അതിൻ്റെ വീഡിയോ ഒക്കെ തന്നെ പ്രക്ഷേപണം ചെയ്തപ്പോൾ ഇല്ലേ, യൂട്യൂബിൽ വന്നപ്പോൾ അതിൽ വന്ന കമന്റുകളുണ്ട് ഇല്ലേ. മരിച്ച ആളിന്റെ പേര് പറയുന്നില്ല, കാരണം അദ്ദേഹം അത്രയും പ്രശസ്തനായ ഒരാളാണ്, നമുക്ക് എല്ലാവർക്കും ഗുരുസ്ഥാനത്തുള്ള ഒരാളാണല്ലേ. അദ്ദേഹം മരിച്ച സമയത്ത് അദ്ദേഹത്തിനെ കുറിച്ചൊരു വാചകം പോലും എഴുതാതെ അദ്ദേഹത്തിന്റെ മരുമകൾ അവിടെ വളരെ ഇമോഷണൽ ആയിട്ട് കരയുന്നുണ്ട്. അപ്പോൾ ആ കരയുന്ന സമയത്ത് അതിന്റെ താഴെ വരുന്ന കമന്റുകൾ ഒരെണ്ണം ഇങ്ങനെയാണ്, അയ്യേ എന്ന് പറഞ്ഞിട്ടൊരു 3 സ്മൈലി. അതായത് ഇത്രയും അധപ്പതിച്ച് കരയാമോ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം, എന്തുമാത്രം ദുഷ്ടത മനസ്സിലുള്ളൊരു മനുഷ്യന്റെ കമന്റ് ആയിരിക്കും. മാന്യമായി അച്ഛന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാതെ ഇമാതിരി ഷോ കാണിക്കേണ്ട ആവശ്യമില്ല. ഇതെങ്ങനെ അറിയാൻ ഷോ ആണെന്ന്? ഈ അങ്ങ് അകലങ്ങളിലിരുന്ന് ഈ ഒരു വീഡിയോ കണ്ടിട്ട് കമന്റ് ഇടുന്ന വ്യക്തിക്ക് എങ്ങനെ അറിയാം ഇതൊരു ഷോ ആണെന്ന്? അതാണ് ഞാൻ 3ാമത്തെ തവണ ഇതിൽ പറഞ്ഞത്. വേണ്ടപ്പെട്ടവർക്ക് മനസ്സ് നൊന്ത് ഒന്ന് പൊട്ടിക്കരയാൻ നിങ്ങൾ അനുവദിക്കില്ല. അവിടെയും ഒരു ക്യാമറ കൊണ്ടുവച്ച് അതും ഒപ്പിയെടുക്കുമെന്ന് പറഞ്ഞാൽ അതാണോ മാധ്യമ പ്രവർത്തനം? അങ്ങനെയാണോ മാധ്യമ പ്രവർത്തനത്തെ നമ്മൾ കണ്ടത്? അത് മാധ്യമ പ്രവർത്തനമാണോ ശരിക്കും? മാത്രമല്ല ഇവർക്ക് ഉപദേശം കൊടുക്കുന്നവരുണ്ട് കേട്ടോ. സിനിമകളിൽ ഒരു ചാൻസ് കിട്ടുമോ എന്ന് നോക്കൂ. ഈ കരഞ്ഞ വ്യക്തിയോടുള്ള ഒരുത്തന്റെ ചോദ്യമാണ്. ഇവൻ കൊടുക്കും ചാൻസ്. ഇവൻ കൊടുക്കും ചാൻസ്. ദൈവമേ എന്തൊക്കെ കാണണം. റെഡി ആക്ഷൻ ക്യാമറ റോളിംഗ്. വേണ്ട, എന്ത് മോശമായ കമൻറ്റുകളാണ്. ഇതിന് നമ്മൾ എന്തിനു വഴിയൊരുക്കണമെന്നാണ് നമ്മൾ ചോദ്യം അല്ലേ. ഈ ഒരു വിഷയം നമ്മൾ അധികം ദീർഘിപ്പിക്കുന്നില്ല, കാരണം അധികം ദീർഘിപ്പിക്കത്തക്ക ഒരു വിഷയമല്ല ഇത്. എന്തായാലും മാധ്യമ പ്രവർത്തന രംഗത്ത് നിൽക്കുന്നവർ, പുതുതായി കടന്നു വന്നവർ, നേരത്തെ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും അങ്ങനെ ഇങ്ങനെ അധികം ചെയ്യാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.
പിന്നെ പിന്നെ സെലിബ്രിറ്റികൾ പ്രമുഖരായിട്ടുള്ളവർ മരിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ പ്രമുഖരായിട്ടുള്ളവരുടെ ബൈറ്റുകൾ എടുക്കും. ആ ബൈറ്റുകൾ തന്നെ എല്ലാം സ്ഥിരം ബൈറ്റുകളാണ്. നിർവ്യാജം ഖേദിക്കുന്നു, നമുക്ക് നികത്താനാവാത്ത വിടവാണ്, ഇതൊക്കെ തന്നെയാണ് നമ്മൾ കേട്ട് പഴകിയ കാര്യങ്ങൾ തന്നെയാണത്. അതിനപ്പുറത്തേക്കൊന്നുമില്ല. കോപ്പി പേസ്റ്റാണ്, അതൊക്കെ മാറും, അതൊക്കെ നമുക്കറിയാം. എന്നിരുന്നാലും ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകരോട്, ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവരോടുള്ള ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന, നമ്മുടെ മൊത്തത്തിൽ മാനം കളയരുത്. സത്യമാണ്. ഈ മാനം കെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് മതിയാക്കണം. അത് മാത്രമല്ല, മറ്റൊന്ന് ഈ പൊതുദർശനത്തിന് വയ്ക്കുക, അല്ലെങ്കിൽ വിലാപയാത്രയായി, നാട് നീളെയുള്ള വിലാപയാത്രയായി ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മൃതദേഹം കൊണ്ടുപോകാൻ നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്ത് കണ്ടതാണ്. അതെ, അതെല്ലാം കുടുംബാംഗങ്ങളുടെ സമ്മതത്തോടു കൂടി അവരും അതിനകത്തുണ്ട്. അവരുടെ സമ്മതത്തോടു കൂടി അത് ജനങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ. ഒരു പ്രമുഖ നേതാവ് വിട വാങ്ങിക്കഴിഞ്ഞാൽ അത് അവർക്ക് കൊടുക്കുന്ന ആദരവാണ്. നമ്മൾ അതെ, സർക്കാർ കൊടുക്കുന്ന ആദരവ്, സംഘടനകൾ കൊടുക്കുന്ന ആദരവ്, അതെല്ലാം ജനം ഏറ്റുവാങ്ങുകയാണ്. ആ ഒരു വലിയ മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിലുള്ള ആത്മാർത്ഥമായി ദുഃഖിക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾ കേരളത്തിലുണ്ടാവും. അത് തീർച്ചയായിട്ടും നമ്മൾ ഒപ്പിയെടുത്ത് അവരിലേക്ക് എത്തിക്കുന്നു. അതല്ല ഈ പറഞ്ഞത്, നമ്മളവരെ കുടുംബാംഗങ്ങളുടെ സ്വകാര്യതയിലേക്കുള്ളൊരു കടന്നുകയറ്റം പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. നമുക്കത് വേണ്ട. നമ്മളെ മാനം കെടുത്തുന്ന എടുക്കുന്ന ചില വീഡിയോസ് കാണുമ്പോൾ അറിയാം. ഇനി ഇതിലും കൂടുതൽ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലായി കാണും. ഈ അടുത്ത കാലത്തും വന്ന 1-2 മരണവുമായി ബന്ധപ്പെട്ട മരണ വീട്ടിൽ നടന്ന വീഡിയോ കാണുമ്പോൾ തന്നെ പലരും വളരെ പോസിറ്റീവായിട്ട് ഇതിനെ എതിർക്കുന്നവരുണ്ട്. ഇതല്ല മാധ്യമ പ്രവർത്തനം എന്നുള്ള രീതിയിൽ പറയുന്നവരുണ്ട്. അവരിലാണ് നമ്മുടെ പ്രതീക്ഷ. അതെ, അതുകൊണ്ട് തന്നെ നമ്മളും പറയുന്നു, ഇതല്ല മാധ്യമ പ്രവർത്തനം. അങ്ങനെ അഭിപ്രായമുള്ളവർ ദയവായി ഒന്ന് കമൻറ്റ് ചെയ്യൂ. നിങ്ങളുടെ പ്രതികരണങ്ങൾ കൂടി വരണ്ടേ, അല്ലേ? പോസിറ്റീവായി ചിന്തിക്കുന്നവർ നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും ഉണ്ടെന്നും നമ്മുടെ ഒരു മനസ്സ് മരവിച്ചിട്ടില്ലെന്നും നമ്മുടെ സംസ്കാരം നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ലെന്നും തെളിയിക്കാൻ തീർച്ചയായിട്ടും ഇതിൻ്റെ കമൻറ്റ് ഇടണം. അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത്, മരണ വീട്ടിൽ പാലിക്കേണ്ട ചില മാധ്യമ മര്യാദകൾ.